19 വരെയുള്ള വാക്യങ്ങൾ. ഇതിന്റെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്, 18ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവേ, എന്നെ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇതുവരെ അങ്ങിലല്ലാതെ ഈ ദാസിക്ക് ആനന്ദമില്ലായിരുന്നു. മക്കളെ, നിങ്ങൾ ഇന്ന് കേൾക്കുന്നത് ചിലപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നായിരിക്കില്ല, സ്വന്തം നാട്ടിലായിരിക്കില്ല. നിങ്ങൾ വേറൊരു രാജ്യത്തോ വേറൊരു ദേശത്തോ ഒരു ഹോസ്റ്റലിലോ നിങ്ങളുടേതല്ലാത്ത ഒരു സ്വന്തമായ ഒരു സ്ഥലത്ത്, നിങ്ങളുടെ സ്വന്തമല്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ ഇരിക്കാതിരിക്കാം. നിങ്ങൾ ഈശോട് പറ, നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത ഈ ഓഫീസ്, നിങ്ങൾ വിഷമിച്ച നിങ്ങൾ നാണം കെട്ട ഈ ഹോസ്റ്റൽ മുറി, നിങ്ങൾ പബ്ലിക്കലി ഇൻസൾട്ട് ആയി പോയ ആ സ്പേസ്, ആ ക്ലാസ് റൂം, ഈശോട് പറ, ഈ രാജ്യത്ത് നിങ്ങൾ വന്ന നാൾ മുതൽ എന്റെ ഈശോ, എനിക്ക് നീയല്ലാതെ എനിക്ക് വേറൊരു ആനന്ദം ഇല്ല, എനിക്ക് വേറൊരു ഹാപ്പിനെസ് ഇല്ല. ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഹാപ്പിനെസ്സിന് പോയിട്ടുണ്ടാകും, സന്തോഷം തേടി പോയിട്ടുണ്ടാകും. ഐ എം കമ്മിങ് ബാക്ക്, ഞാൻ തിരിച്ചു വരികയാണ്. എനിക്ക് നീയല്ലാതെ വേറൊരു ആനന്ദം ഇല്ല ഈശോയെ. ഇവിടെ വന്ന നാൾ മുതൽ, ഈ കോളേജിൽ പഠിക്കാൻ തുടങ്ങിയ സമയം മുതൽ, ഈ ഹോസ്റ്റലിൽ താമസിക്കാൻ തുടങ്ങിയ സമയം മുതൽ, ഈ രാജ്യത്ത് എന്റെ കാലുകുത്തിയ സമയം മുതൽ, ഈ വീട്ടിൽ ഞാൻ എത്തിയ സമയം മുതൽ എനിക്ക് നീയല്ലാതെ ഒരു ആനന്ദമില്ല. ഇനി വേറെ ഒന്നും എനിക്ക് വേണ്ട നിങ്ങൾ പറ. ആൻഡ് ഹി വിൽ ബി യുവർ അൾട്ടിമേറ്റ് ജോയ്. നിങ്ങളുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ആയിട്ട് ഈശോ മാറും. ഈശോ നിങ്ങളുടെ ആനന്ദമായി മാറിയിട്ടുണ്ടെങ്കിൽ, സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നില്ലേ, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ ഈശോയിൽ ആനന്ദിക്കുക.